പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്നത് പ്രവാസികൾക്കിടയിൽ ആശങ്ക വളർത്തുകയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നിരവധി തവണ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതേപോലെ ഇന്നലെ ജൂലൈ 20 രാത്രിയിൽ അമേരിക്കൻ സൈന്യം ഇറാനിൽ വലിയ രീതിയിൽ വ്യോമാക്രമണവും നടത്തിയിരുന്നു. കുവൈത്തിലെ അലി അൽ സേലം വ്യോമത്താവളത്തിലെ അമേരിക്കൻ MQ-9 റീപ്പർ ഡ്രോണുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഹാങ്ങർ ഉൾപ്പെടെ കുവൈത്തിലെ US റഡാർ, ആശയവിനിമയ ഉപഗ്രഹ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ച് ാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകൾ അവകാശപ്പെടുന്നത്. കുവൈത്തിലെ ക്യാമ്പ് അരുജാനുള്ള അമേരിക്കയുടെ മിസൈൽ സംവിധാനമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ റൂട്ടിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച 2 എണ്ണ ടാങ്കറുകൾ ഒരു വലിയ സ്ഫോടനത്തിൽ തകർന്നുവെന്നും തുടർന്ന് തീപിടുത്തം ഉണ്ടായെന്നും IRGC റിപ്പോർട്ട് ചെയ്തു. ഒമാന്റെ തീരത്ത് മറ്റൊരു ടാങ്കറും ഇടിച്ചതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ബഹ്റൈനിൽ മുഹറക്കിലെ അമേരിക്കൻ റഡാറുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ലക്ഷ്യമിട്ട് IRGC ഒരു വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിലെ റിഫ മേഖലയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഉണ്ടായി. ഇറാന്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ ഖത്തർ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്കും സുരക്ഷാ കൗൺസിലിനും അയച്ച കത്തിൽ ഖത്തർ തങ്ങളുടെ രാജ്യത്തിനെതിരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ഈ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇറാനിൽ നിന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാനെതിരെ അമേരിക്ക വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. സംഘർഷഭരിതമായ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായ 10ാം ദിവസത്തിലാണ് അമേരിക്ക ആക്രമണം തുടരുന്നത്. കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ US സെൻട്രൽ കമാൻഡ് പറയുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത മാർഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും ഇറാൻ ശ്രമിക്കുമ്പോൾ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക എന്നതാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതിനിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് കൂടാതെ 100ഓളം പേർക്ക് പരിക്കേറ്റതായും പെന്റഗൺ പറയുന്നു. ജൂലൈ 7 മുതൽ ഏകദേശം 100 പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് സംഭവിച്ചതായി കണക്കാക്കുന്നു. അതിൽ 96% പേരും ഡ്യൂട്ടിക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പെന്റഗണിന്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജോർദാനിലുണ്ടായ ഒരു ആക്രമണത്തിലാണ് അമേരിക്കൻ സേനയ്ക്ക് കൂടുതൽ ആഘാതമേറ്റത്. ജോർദാനിലെ ഒരു സൈനിക താവളത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും കാണാതായ 3ാമത്തെ അമേരിക്കൻ സൈനികനെ കണ്ടെത്തിയ സ്ഥലത്ത് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായും പ്രതിരോധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇറാഖിലും ഒരു അമേരിക്കൻ സൈനികൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. ഇറാനിൽ നിന്നെത്തിയ ഡ്രോണിലെ സ്ഫോടക വസ്തു നിർമ്മാർജ്ജനത്തിനിടെയാണ് ഇറാഖിൽ സൈനികൻ കൊല്ലപ്പെട്ടത് എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചത് മുതൽ 500-ലധികം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായാണ് കണക്കുകൾ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 17 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജോർദാനിലെയും ഇറാഖിലെയും മരണങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്.